Excuse me? Yes, can I help? ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നു. ഹലോ സാർ, റൂം നമ്പർ 1170. Okay, sir. Reception, good morning. സുഖമാണോ? Sir. സുഖമാണോ എന്ന്? I'll call you back, sir. Good morning. I am Nandan here. Mrs. Devi ഇല്ലേ അവിടെ? പോയോ? ഹലോ നന്ദൻ, വരൂ. ഇരിക്കൂ. ഞങ്ങളെയൊക്കെ വീണ്ടും ഓർക്കാൻ ഇത്രയും നാൾ വേണ്ടി വന്നു അല്ലേ? ആരെയും മറന്നിട്ടല്ല അവസരിപ്പിച്ച് വരാതിരുന്നത്. ഓർമ്മകൾ എനിക്ക് പേടിയായിരുന്നു. ഇന്ന് പരിചയം പുതുക്കാൻ ഇറങ്ങിയിരിക്കുക. ആദ്യത്തെ പരിചയം പുതുക്കി. സണ്ണിയില്ലാത്ത ഞങ്ങളുടെ കോളേജ്. ദേവിയെ കണ്ടു ഹോട്ടൽ റിസപ്ഷനിൽ. ഒന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ഷീ ഹാസ് സം പ്രോബ്ലംസ്. ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടം വിട്ടു പോയി. അവളിപ്പോ ചന്ദ്രന്റെ കൂടെയാ. ഹസ്ബൻഡ് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അവളുടെ കുട്ടിയും കൂടെയുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. കാര്യമില്ലേ? അവളിപ്പോ സണ്ണിയുടെ വീട്ടില. മടത്തിൽ ചേരണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ എതിർത്തു. കാരണം അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ആ ജീവിതം. ജീൻസിന്റെ ഫാഷനും മോട്ടോർ ബൈക്കിന്റെ വേഗതയുമൊക്കെ അവളുടെ സ്വപ്നങ്ങളായിരുന്നു. സണ്ണി മരിച്ചതോടെ ഷീ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. താലോലിച്ച് വളർത്താൻ ഏൽപ്പിച്ചതാ അപ്പച്ചനും അമ്മച്ചി. താലോലിച്ച് തന്നെ വളർത്തി. എന്ത് പ്രയോജനം? വിനോദിനെ കണ്ടിരുന്നു? ഇല്ല, കാണണം. സണ്ണി പോയതോടെ അവന്റെ ശബ്ദവും പോയി. ഇനിയും സംസാരിക്കാറായിട്ടില്ല. La 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 la. മടക്കി പോകുന്നത് ആരോട് വാശി തീർക്കാന്? ഞാനും ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന അതാ. പാവം കുട്ടി. ആദ്യമൊക്കെ വാശി പിടിച്ചെങ്കിലും പിന്നീട് ഒരു ആലോചന വന്നപ്പോ അച്ചായന് വേണ്ടി അവളെ സമ്മതിച്ചതാ.
അപ്പൊ അവർക്കൊരു പ്രശ്നം. കുട്ടിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, അതല്ലേ ഇതല്ലേ എന്നൊക്കെ. പരസ്യമായിരുന്നില്ലേ അവരുടെ ബന്ധം. അങ്ങനെ അവളിനി കല്യാണമേ കഴിക്കില്ലാൻ തീരുമാനിച്ചു. അവളെ കുറ്റം പറയണ്ട. അവളെ മനസ്സിലാക്കാൻ, അവരുടെ ബന്ധത്തിന്റെ നന്മ മനസ്സിലാക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. സന്യസിക്കാൻ പോകേണ്ടത് വേദനിക്കുന്ന മനസ്സുമായിട്ടല്ല. എനിക്ക് അതൊരാശ്വാസമാണ് അപ്പച്ച. എങ്കിൽ പിന്നെന്തിനാ ഈ മുറിക്കകത്ത് ഒറ്റയ്ക്കിങ്ങനെ? അപ്പച്ച, പ്രായത്തിന്റെ അറിവ് എനിക്കാ മോളെ കൂടുതൽ. മഠത്തിലെ വേഷമിട്ടതുകൊണ്ട് കർത്താവിന്റെ മണവാട്ടിയാവാൻ പറ്റില്ല. ഈ പ്രാക്ടിക്കൽ ഇൻ ലൈഫ്. തന്നി മരിച്ചു. ഇറ്റ്സ് എ റിയാലിറ്റി. ശാസിക്കുവാനുള്ള അവസരം മാത്രമേ അവൻ എനിക്ക് തന്നുള്ളൂ. പക്ഷേ മനസ്സിപ്പോൾ താലോലിക്കുന്നത് നിന്റെയാ മോളെ. നീ മഠത്തിൽ പോകരുത്. കല്യാണം കഴിക്കണം, പ്രസവിക്കണം. നിന്റെ മക്കളെ കൊണ്ട് എന്നെ വല്യപ്പച്ചാന്ന് വിളിപ്പിക്കണം മോളെ. അപ്പച്ച, ഇന്നലെ എത്തിയല്ലേ? ചേച്ചി പറഞ്ഞു കണ്ടിരുന്നു. ചേട്ടാ, ഇത് അറിയാം. നന്ദൻ, നിങ്ങളിതുവരെ അഭിനയിച്ചു തീർത്തിട്ടില്ലാത്ത ഒരു ചിത്രത്തിലെ വില്ലൻ, ഡോക്ടർ വേണുഗോപാൽ, ദേവിയുടെ ഹസ്ബൻഡ്. നന്ദൻ, ഞാനൊന്ന് ഓഫീസിൽ കയറി തരാം. നിങ്ങൾ സംസാരിച്ചേക്ക് ഒരു 6 മണിക്കൂർ. ചന്ദ്രു, വേഗം വരണം. 8:30 ട്രെയിൻ. എനിക്ക് പോണം. ഇപ്പൊ വരാം ചേട്ടാ. ഇന്ന് പോവാണ്. പോണം. ലീവെല്ലാം തീർന്നു. നമ്മുടെ കഥ സർക്കാരിനറിയില്ലല്ലോ. നോ താങ്ക്സ്. നിരപരാധികളായ വില്ലനും ഹീറോയും ഇല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധമൊന്നും അറിയില്ലായിരുന്നു നന്ദൻ. ഞാനൊരു ടൈം ടേബിൾ ബേബിയാ. പല്ല് തേക്കാനും കുളിക്കാനും പഠിക്കാനും ഒക്കെ ഓർമ്മയായപ്പോ അച്ഛനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. ആ ടൈം ടേബിളിൽ വർഷങ്ങൾ എന്നെ വളർത്തിയെടുത്തു. SSLCക്ക് പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ 3 ലക്ഷം രൂപ മുടക്കി ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ വാങ്ങിവെച്ചു. അങ്ങനെ വേണുഗോപാൽ ഡോക്ടർ വേണുഗോപാലായി. 31 വർഷത്തെ ടൈം ടേബിളിന് അച്ഛനൊരു വിലയിട്ടു. ആ വിലയ്ക്ക് അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ചു. അച്ഛൻ വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് ഒരു പ്ലെയിൻ പിടിച്ച് ഇങ്ങോട്ട് വാ, എന്നിട്ട് വേറെ പ്ലെയിൻ പിടിച്ച് അങ്ങോട്ട് പോ. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം മോളാണ്. എന്റെ കുഞ്ഞിന് ടൈം ടേബിൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നില്ല. നന്ദനെല്ലാം അറിയാലോ. എന്നോടുള്ള ദേവിയുടെ പെരുമാറ്റം ഇറ്റ്സ് ഓക്കെ. ഞാൻ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. പക്ഷേ മകളോടുള്ള നെഗ്ലിജൻസ്, അവളുടെ കാര്യങ്ങളിലുള്ള അശ്രദ്ധ, അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഒരു വീക്ക് മൊമെന്റിൽ ഞാനൊന്ന് തല്ലി. അതൊരു കാരണമാക്കി അവളിങ്ങി പോന്നു. 1.5 ആഴ്ചയായി ഞാനിവിടെ താമസിക്കുന്നു. She doesn't need me even. ഞാൻ തിരിച്ചു പോവാണ്. നന്ദന് ഒരു പരിധിവരെ ദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദൻ, why don't you get married? കഴിഞ്ഞതൊക്കെ മറന്നൂടെ? മോളിട്ടിക്ക് മാമന്റെ കൊച്ചു പ്ലെയിൻ വാങ്ങിത്തരാം. ചേട്ടാ പോവാം. ഞാൻ പൊക്കോളാം. യു ഗീവ് ഹിം കമ്പനി. മോളെ വരട്ടെ. എന്നെ മനസ്സിലായല്ലോ. എന്റെ അവസ്ഥയും സഹായിക്കുക കഴിയുമെങ്കിൽ. അണ്ടർസ്റ്റാൻഡ്. ദൈവം ഒരു ഭാര്യയാണ്, അമ്മയാണ്. നീ സ്വയം ആയതല്ലോ, എല്ലാരും കൂടെ എന്നെ അങ്ങനെ ആക്കിയതല്ലേ. ദുരന്തകഥയിലെ നായികയൊന്നും ആകാൻ ശ്രമിക്കണ്ട. എനിക്ക് അശേഷം സിമ്പതിയില്ല തന്നോട്. നോ ഗോ ബാക്ക് ടു യുവർ ഹസ്ബൻഡ്.
ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന്. തിരിച്ചു പോകാൻ എനിക്ക് ഇവരുടെ ഉള്ളൂ. അന്നും തോന്നുന്നു ഞാൻ പോകും, യാത്ര പോലും പറയാതെ. മോളെ, എന്തോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ ദേവി? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ കഴിയും? ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് വലിയ തടാകമല്ലേ, തണുത്തുറങ്ങി കുറെ സ്വപ്നവുമില്ലേ. ദേ, ആ മല നിറയെ മഞ്ഞാണ്, മഞ്ഞിന്റെ ഒരു കൂട്. എന്നെ ഒന്ന് പറപ്പിക്കാമോ? ഞാൻ പറന്ന് പറന്ന് ആ മഞ്ഞും കൂട്ടി പോട്ടെ. എന്തെങ്കിലും ഞാൻ അവിടെ പോവും. തണുത്തുറഞ്ഞ് പഞ്ഞു പോലുള്ള മഞ്ഞും കൂട്ടി കിടന്ന് ഉറങ്ങും, ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെ. സ്വപ്നങ്ങളെ കെട്ടിപ്പിടിച്ച് എല്ലാം മറന്നുറങ്ങുമ്പോ ഒരു ദിവസം ഒരാൾ വരും, ഒരു രാജകുമാരൻ, പേര് നന്ദൻ. വേണമെന്ന് വിളിക്കും. മഞ്ഞെല്ലാം ഒരുക്കില്ലാതാവും. ഇനി ഓടി വരും, കെട്ടിപ്പിടിക്കും. പിന്നെ പിന്നെ നമ്മുടെ പാരഡൈസ്, നിറമുള്ള പാരഡൈസ്, ഇല്ലാത്ത പാരഡൈസ്, കാറുള്ള പാരഡൈസ്.